നമസ്കാരം കൂട്ടുകാരെ. ഗൂഗിൾ ഏറ്റവും പുതുതായിട്ട് പുറത്തിറക്കിയിരിക്കുന്ന ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഈ ആപ്ലിക്കേഷൻ്റെ ഉപയോഗം എന്താണെന്നാൽ നമ്മുടെ മൊബൈലിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഡാറ്റ, അധികമായിട്ട് നഷ്ടപ്പെടുന്ന ഡാറ്റ സേവ് ചെയ്യുക എന്നുള്ളതും ഒപ്പം തന്നെ ബാറ്ററിയുടെ പെർഫോമൻസ് ഇപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നതിലും കൂടുതൽ അല്പം കൂടി മെച്ചപ്പെടുത്തുക എന്നുള്ളതും ആണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഒഫീഷ്യലായിട്ട് ഫിലിപ്പീൻസ് എന്ന കൺട്രിയിൽ മാത്രമാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സൗകര്യങ്ങൾ നമുക്ക് ഏത് രാജ്യത്തിൽ നിന്നും ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അല്പം എല്ലാ സൗകര്യങ്ങളും എങ്കിലും അത്യാവശ്യം നല്ല സൗകര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ തരുന്ന ലിങ്കിൽ നിന്നും ആദ്യമായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന ബോക്സിൽ നിന്നും അലോ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് പെർമിഷനുകൾ അലോ ചെയ്ത് കൊടുക്കുക. ശേഷം താഴെയായിട്ട് ഗോ ടു യൂസേജ് ആക്സസ് എന്ന വെള്ള ചതുര ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് അടുത്ത വരുന്ന ആപ്സ് വിത്ത് യൂസേജ് ആക്സസ് സെക്ഷനിൽ ട്രയാങ്കിൾ എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ശേഷം അടുത്തായിട്ട് നിങ്ങൾക്കിപ്പോൾ നിലവിൽ ഇവിടെ ആദ്യമേ പറഞ്ഞു ഫിലിപ്പീൻസിൽ മാത്രമാണ് ഇത് ലഭ്യമാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെയായിട്ട് നിങ്ങളുടെ ഡാറ്റ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് നോട്ട് ലിസ്റ്റഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആക്ച്വലി ഇത് പ്രീപെയ്ഡ് യൂസേഴ്സിന് വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെയായിട്ട് നിങ്ങൾ ഇന്ന് ഉപയോഗിച്ചിരിക്കുന്ന ഡാറ്റ യൂസേജ് എത്രയാണെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെയായിട്ട് ടുഡേ അല്ലെങ്കിൽ ദിസ് വീക്ക്, ദിസ് മന്ത് എന്നുള്ള സെക്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ മാസം എത്ര ഉപയോഗിച്ചു അല്ലെങ്കിൽ ഈ വീക്കിൽ എത്ര ഉപയോഗിച്ചു എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതായത് ആപ്ലിക്കേഷനുകൾ എത്ര ഉപയോഗിച്ചു എന്ന് മാത്രമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ടോട്ടൽ ഡാറ്റ യൂസേജ് അല്ല. ഓരോ ആപ്ലിക്കേഷനുകൾ എത്ര ഉപയോഗിച്ചു എന്നാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുക. ഇപ്പം ഇതിൽ തന്നെ നിങ്ങൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആപ്സുകൾ ഏതൊക്കെയാണ്, അതായത് നിങ്ങളുടെ MB ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആപ്സുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് യൂസേജ് നമുക്ക് കൺട്രോൾ ചെയ്യുക എന്ന് നോക്കാം. അതിനായിട്ട് താഴെ ഡാറ്റ സേവർ ഈസ് ഓഫ് എന്നുള്ളൊരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഓൺ ചെയ്യുവാൻ സാധിക്കും. അതിനായിട്ട് അത് ഓൺ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെയായിട്ട് വരുന്ന ഈ യെല്ലോ ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് യൂസ് ഡാറ്റ സേവർ എന്നുള്ള ബട്ടൺ അലോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം വീണ്ടും വരുന്ന ബോക്സിൽ ഓക്കെ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓപ്പൺ സെറ്റിംഗ്സ് എന്നുള്ള ഭാഗമായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അത് ക്ലിക്ക് ചെയ്ത് ഇവിടെ പെർമിഷൻ ഗ്രാൻഡ് ചെയ്ത് ഡൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് നമ്മുടെ സെറ്റിംഗ്സ് പൂർത്തീകരിച്ചായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് എങ്ങനെ ഡാറ്റ കൺട്രോൾ ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ക്രോമൊക്കെ നമ്മൾ സാധാരണയായിട്ട് വാട്സപ്പൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകളാണ്. എന്നാൽ നേരെ മറിച്ച് ചില ആളുകളൊക്കെ ഉപയോഗിക്കുന്ന കാണാം. അതായത് MX പ്ലെയറിൻ്റെ നോർമൽ വെർഷനൊക്കെ ആണെങ്കിൽ അതിനകത്ത് പരസ്യങ്ങൾ വരും. അതായത് ഡാറ്റ ഉപയോഗിക്കണം, നമുക്കതിന് പ്രത്യേകിച്ച് ഡാറ്റ കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ മറ്റു കുറേ ആപ്സുകൾ നമ്മൾ ഡാറ്റ ഉപയോഗിക്കുന്ന സമയത്ത് ഡാറ്റ ആവശ്യമില്ല എങ്കിലും അവർക്ക് ഡാറ്റ അലോ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് പരസ്യങ്ങൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഡാറ്റ കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഭാഗം സെലക്ട് ചെയ്യാം. അതിനായിട്ട് ഇപ്പം മെസ്സഞ്ചർ ആണെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യണം. മെസ്സഞ്ചർ എന്നുള്ള ബട്ടൺ മുകളിലായിട്ട് ഇവിടെ ലോക്ക് ഭാഗത്തിന് മുകളിലായിട്ട് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് എത്ര മിനിറ്റ് നേരത്തേക്ക് അലോ ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. 10 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റ് കൊടുക്കാം, 30 മിനിറ്റ് ആണെങ്കിൽ 30 മിനിറ്റ് അലോ ചെയ്യാം. എല്ലാ ഫുൾ ടൈം നിങ്ങൾക്ക് ഈ ഡാറ്റ ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഈ ഒരു ആപ്ലിക്കേഷന് കൊടുക്കണമെങ്കിൽ ഓൾവേസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് അൺലോക്ക് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഓരോ ആപ്സുകളും, അതായത് ഇപ്പം ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്കും അതുപോലെ നമുക്ക് കൃത്യസമയത്തേക്ക് മാത്രമായിട്ട് ഡാറ്റ അലോ ചെയ്ത് കൊടുക്കുവാൻ സാധിക്കും. 10 മിനിറ്റ് മാത്രം ഡാറ്റ ഉപയോഗിച്ചാൽ മതിയെങ്കിൽ 10 മിനിറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ 30 മിനിറ്റ് മതിയെങ്കിൽ 30 മിനിറ്റ് കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റ് ആപ്സുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ആപ്സുകളും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യുവാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഏജഡ് സ്ക്രീൻ റെക്കോർഡർ എന്നുള്ള ആപ്ലിക്കേഷൻ, ഇതിന് ഡാറ്റ ഓൾറെഡി നമുക്ക് ആവശ്യം ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഡാറ്റ കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ലോക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ഡാറ്റ എപ്പോഴെങ്കിലും കൊടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഇവിടെ 10 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റ് കൊടുക്കുമ്പോൾ ഡാറ്റ ഇവിടെയായിട്ട് ഓപ്പൺ ആയതായിട്ടും ടൈമിംഗ് ഇവിടെ പോകുന്നതായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ വളരെയധികം ഉപകാരപ്പെടുന്ന, ആൻഡ്രോയിഡ് യൂസേഴ്സിന് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ പുതുതായിട്ട് പുറത്തിറക്കിയിരിക്കുന്ന ഈ ആപ്ലിക്കേഷൻ. തീർച്ചയായിട്ടും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ദയവ് ചെയ്ത് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി.